നമസ്കാരം. ഞാൻ നിൽക്കുന്ന കടക്കൽ ബസ് സ്റ്റാൻഡിലാണ്. കടക്കൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കേണ്ട ഒരു കാരണം ഉള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഈ കടക്കലമ്മ ബസ് കൊടിഞ്ഞത്തേക്ക്, അത് അഞ്ചലേക്ക് പോകുന്ന സമയത്ത് കൊടിഞ്ഞത്ത് വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ ബസ്സിന്റെ പിറകിലേക്ക് പാഞ്ഞ് ഒരാൾ കയറുകയായിരുന്നു ബൈക്കിൽ. അതിൽ 1.5 വയസ്സായ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് ഈ ബസ്സിലെ ഡ്രൈവറും കൺട്രാക്ടറും കാണിച്ച ആ ഒരു ഇടപെടൽ, അവരുടെ റൂട്ട് മുടക്കിക്കൊണ്ട് അവർ കടക്കൽ ഹോസ്പിറ്റലിലേക്ക് ഈ വണ്ടി പാഞ്ഞെടുക്കുകയായിരുന്നു ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. തീർച്ചയായും ആ കുട്ടിയുടെ ജീവന് ഒരു കുഴപ്പവുമില്ല. തീർച്ചയായും ഈ ബസ്സിലെ ഡ്രൈവറും കൺട്രാക്ടറും എടുത്ത ആ എഫേർട്ടിനെ ചുവട് ന്യൂസ് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡ്രൈവറും കൺട്രാക്ടറിനെ നമുക്ക് പരിചയപ്പെടണം. അവരെ പരിചയപ്പെടാതെ പോകാൻ പറ്റത്തില്ല. കാര്യം അത്രയേറെ മഹനീയമായ കാര്യമാണ് അവർ ചെയ്തത്. തീർച്ചയായും നേരത്തെ പറഞ്ഞു, സംഗീതിനും ലിജുവിനും ഒരു ബിഗ് സല്യൂട്ട് നൽകിയേ പറ്റൂ. കാര്യം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജോലി മറന്ന്, അവരുടെ വണ്ടിയുടെ റൂട്ട് മറന്നുകൊണ്ടാണ് അവർ ഓടി ആ കുഞ്ഞിനെ വാരി, ഇന്ന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന CCTV കൃത്യമായി അതുകൊണ്ട് വാരി എടുത്തുകൊണ്ട് ആ കുഞ്ഞുമായി ഓടിപ്പോകുന്നത്. നമുക്ക് ഒരു സ്ഥലത്ത് നിർത്തി അവരെ സംസാരിക്കാനൊന്നും കഴിയാത്ത സാഹചര്യം. കാര്യം വണ്ടിയുടെ സമയത്തിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. തീർച്ചയായും ഇതാണ് ആ ഡ്രൈവർ, ആ ബസ്സിൻ്റെ ഡ്രൈവറായിട്ടുള്ള ലിജു. കൺട്രാക്ട് അവിടെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കുന്നുള്ളതുകൊണ്ട് വരാൻ കഴിയും. തീർച്ചയായും ഞാൻ ഇവരെ തോളിൽ ചേർത്ത് തന്നെ നിൽക്കുകയാണ്. തീർച്ചയായും 1.5 വയസ്സായ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ വാഹനം ഓടിച്ച ഡ്രൈവറാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങൾ നമുക്ക് വിശദമായി ചോദിക്കാം. പേര് ലിജു. ഡ്രൈവർ 10-12 കൊല്ലമായി. ഇന്നലെ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ ബാക്ക് സൈഡ് ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ ഒരു ബൈക്കിലൊരു ഭാര്യയും ഭർത്താവിടെ വീഴുന്നതാണ് കാണുന്നത്. ഭാര്യയും ഭർത്താവായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒരു വണ്ടി അങ്ങനെ കൺട്രാക്ടിൻ്റെ അടുത്ത് വിളിച്ചു, ഒരു വണ്ടി വീണ് പെട്ടെന്ന് വീടെന്ന് പറഞ്ഞു വണ്ടി ഓട്ടിയിട്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ കൊച്ചു അതിൻ്റെ അടിയിലുണ്ടെന്ന്. വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, കൊച്ചിൻ്റെ മുഖത്ത് കുറച്ച് മുറിവുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതേ ഉള്ളു മാർഗം. പിന്നെ ഇതിൽ തന്നെ അങ്ങ് എടുത്ത് ഒന്നും ചിന്തിച്ചില്ല. ഈ കൊച്ചിനെ എടുത്ത് കയറി അവരെ എല്ലാവരും ഈ വണ്ടി തന്നെ എത്തി നേരെ പിന്നെ നമ്മൾ ചിങ്ങേരി ഒഴിയാറുള്ള വണ്ടി ആൽത്തറമോട് ഒഴി വിട്ട് നേരെ കടക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. ആൾക്കാരൊക്കെ അമ്പരം നോക്കി. പിന്നെ യാത്രക്കാരെല്ലാം നമ്മോട് സഹകരിച്ചു. ആരും പിന്നെ ഇറങ്ങാനോ കയറാനോ ഒന്നും നിന്നില്ല, എടുക്കാൻ നിന്നില്ല, ഇറങ്ങാൻ ആരും നിന്നില്ല. ഈ വണ്ടിയിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ ഇറങ്ങി. വണ്ടിയുടെ ഓണർ എത്രത്തിൽ പ്രതികരിച്ചു? ഓണറുമില്ല, നമ്മളെ ഫുൾ സപ്പോർട്ടാണ്. നമ്മളെ കൂടെ ആണല്ലോ, നമ്മളെ കൂടെയാണ്. വേറെ ആരെങ്കിലും സ്റ്റാൻഡിലുള്ള ആരെങ്കിലും വിളിക്കുക, അഭിനന്ദിക്കുക, അങ്ങനെ ആരെങ്കിലും? ഇല്ല ഇല്ല ഇല്ല. പ്രത്യേകിച്ച് ഇതാണ് ആ കൺട്രാക്ട്. സംഗീത് വളരെ തിരക്കാണ് എങ്കിൽ പോലും നമ്മളോട് പ്രതികരിക്കും. സംഗീതം എങ്ങനെ തോന്നിയ ഒരു അവസ്ഥ, എന്താണ് ഇന്നലെ സംഭവിച്ച കാര്യം? അവസ്ഥ സംഭവിച്ചത്, ബൈക്ക് പിറകെ വന്ന് സൈഡ് വിട്ടിറങ്ങി. പുതിയ റോഡത്ത് കട്ടിങ് ആയിരുന്നു, പുതിയ ടാറിങ് ആയിരുന്നു. അപ്പോൾ ആ സൈഡ് കോൺക്രീറ്റ് ഇടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ടാറിങ് കഴിഞ്ഞ് 2 ദിവസം ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വണ്ടി തെറ്റിപ്പോയത്. പിന്നെ അവരെ കണ്ടപ്പോൾ കളഞ്ഞിട്ട് പോകാൻ തോന്നിയില്ല. അപ്പോഴത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അതേ വണ്ടി യാത്രക്കാർ തന്നെ കയറുന്നു. യാത്രക്കാർ നല്ല സഹകരണമായിരുന്നു. ഇടയ്ക്ക് ഇറങ്ങാനുള്ള ഇറങ്ങിയിട്ടില്ല. ഇന്നലെ നമ്മൾ നേരെ അവരാണ് ഹോസ്പിറ്റലിൽ നിന്നതും. ഒത്തിരി വീട്ടുകാർ വരുന്നവരാ ഹോസ്പിറ്റലിൽ അവരുണ്ടായിരുന്നു. യാത്രക്കാർ അങ്ങനെയായിരുന്നു, നല്ല സഹകരണം എല്ലാവരും. പിന്നെ നമ്മളങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തു. അഭിനന്ദിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഉണ്ട്. കഴിഞ്ഞ ദിവസം കടക്കലമ്മ ബസ്സിൽ ഒരു സംഭവം നടന്നു, അറിഞ്ഞായിരുന്നു? ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിലാണ് കണ്ടത്. നമ്മുടെ കടക്കൽ ബസ് സ്റ്റാൻഡിലെ ഏറ്റവും വലിയ സ്റ്റാറുകളാണ് ഈ ബസ്സിന്റെ ഡ്രൈവറും കൺട്രാക്ടറും. അറിയാം. ഈ ചേട്ടൻ എന്റെ വീടിന്റെ അടുത്തുള്ള സംഗീതേട്ടൻ സ്ഥിരം ഈ ബസ്സിൽ യാത്ര ചെയ്ത് സ്ഥിരം രാവിലെ വൈകിട്ട് അവര് ചെയ്ത പ്രവൃത്തി ഏറ്റവും വലിയ അഭിമാനിക്കുന്നു. ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് ഈ ബസ്സിന്റെ ഇടയിലേക്ക് പാഞ്ഞു കയറി. അവരുടെ തെറ്റായിരിക്കാം. എങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ഇവരെ മറക്കാൻ കഴിയത്തില്ല ഈ രണ്ടുപേരെ. സ്ഥിര യാത്രക്കാരനാണോ കടക്കലമ്മയിൽ? സ്ഥിര യാത്രക്കാരിയാ.